ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതിനായി എടുത്തിരിക്കുന്നത് 1150 എന്ന മോഡലിൽ വരുന്ന ഒരു സോളാർ ഇൻവെർട്ടറാണ്. ലൈഫാസ്റ്റ് എന്ന കമ്പനിയുടെ സോളാർ ഇൻവെർട്ടറാണ് ഈ കാണുന്നത്. ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കാറ്റലോഗ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈ കാറ്റലോഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഈ കാറ്റലോഗിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഫാസ്റ്റ് ചാർജിങ് അതുപോലെ തന്നെ മോഡുകളും എല്ലാം വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ ഫിറ്റിങ്ങിനുള്ള എല്ലാ കണക്ഷൻ ഡയഗ്രാമും വളരെ ഈസി ആകുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ AC ഇൻപുട്ട് അതുപോലുള്ള DC ഇൻപുട്ട്, ലോഡ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെ സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗം എല്ലാം വ്യക്തമായി വരച്ച് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ സോളാർ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം ഈ കവറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് എക്സ്ട്രാ 2 ഫ്യൂസുകളാണ്. ഇത് എന്തെങ്കിലും സംഭവിച്ച് ഫ്യൂസുകൾ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഈ ഫ്യൂസുകൾ മാറ്റി കൊടുക്കാൻ കഴിയുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററിയിലേക്ക് പോകുന്ന ചാർജിങ് കേബിൾ. അത്യാവശ്യം നല്ല ഗേജ് ഉള്ളതിനാൽ ഇതിൻ്റെ ചാർജിങ് എളുപ്പത്തിൽ സംഭവിക്കുന്നു. ഇതിൻ്റെ 3 പിൻ ടോപ്പ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ 3 പിൻ ടോപ്പ് വരുന്നില്ല. കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് 3 പിൻ ടോപ്പിന് പകരം വയർ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് 3 പിൻ ടോപ്പ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഔട്ടാണ്, ലൈൻ ഔട്ട് കാണിച്ചിരിക്കുന്നു. നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ഈ സോളാർ പാനൽ കണക്ഷൻ നൽകുന്ന സ്ഥലവും AC ഔട്ട് സപ്ലൈ കൊടുക്കുന്ന സ്ഥലവും ഇതുപോലെ തന്നെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് കാണാം. സോളാർ പാനൽ കണക്ഷൻ ചെയ്യേണ്ട വിധം ഈ സോളാർ ഇൻവെർട്ടറിൻ്റെ ബോക്സിൽ വ്യക്തമായിട്ട് ചിത്രം സഹിതം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കമ്പനി സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ ബട്ടൺ അതുപോലുള്ള പവർ സേവിങ് ബട്ടൺ എല്ലാം വ്യക്തമായിട്ട് തന്നെ ബട്ടണിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എത്ര ടൈം ചാർജ് സോളാറിൽ നിന്നാവണം, KCBയിൽ നിന്ന് എത്ര ശതമാനം ചാർജ് ആവണമെന്നുള്ളത് നമുക്കിത് വഴി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ സോളാർ ഇൻവെർട്ടർ നമുക്ക് തന്നെ സ്വന്തം ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ സോളാർ ഇൻവെർട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത.